ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം, അദ്ദേഹം പറയാണ്, അൽ മുശ്രികൂന അസ്ലുഹും സിൻഫാൻ. ഈ കാണുന്ന മുശ്രിക്കുകളിൽ അവരുടെ അടിസ്ഥാനം രണ്ട് വിഭാഗക്കാരാണ്. ഷിർക്കിന്റെ അടിസ്ഥാനം രണ്ട് വിഭാഗമാണ്. ഒന്ന് ഖൗമു നൂഹിൻ, രണ്ട് ഖൗമു ഇബ്രാഹിം. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളുടെ ഷിർക്ക്, രണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ഷിർക്ക്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ഷിർക്ക്, അതിന്റെ അടിസ്ഥാനം എന്താണ്? അൽ ഉഖൂഫു അലാ ഖുബൂരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മഹത്തുക്കളുടെ ഖബറിന്റെ അടുക്കൽ പോയി ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഷിർക്ക് തുടങ്ങുന്നത്. അഥവാ ആദ്യമായിട്ട് ഈ സമൂഹത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് ഷിർക്ക് കടന്നു വരുന്നത് മഹത്തുക്കളുടെ, മരണപ്പെട്ട മഹത്തുക്കളുടെ പേരിലൂടെയാണ്. അവിടെ ഖബറിന്റെ അടുക്കിലൂടെയാണ് ഷിർക്ക് കടന്നു വരുന്നത്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, അവരിലുള്ള ഷിർക്ക് എന്തായിരുന്നു? ഇബാദത്തുൽ നുജൂം, നക്ഷത്രഗോളങ്ങളെ ആരാധിക്കുക. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെ സംബന്ധിച്ച് നമ്രൂദിനോട് സംസാരിച്ചതും, ആ സമൂഹത്തിനോട് സൂര്യൻ നക്ഷത്രം ഉദിച്ചപ്പോ ഇത് നക്ഷത്രമാണ് എൻ്റെ റബ്ബ്, നക്ഷത്രം പോയപ്പോ എൻ്റെ റബ്ബ് അങ്ങനെ പോകുന്നവനല്ല. ചന്ദ്രൻ വന്നു, ചന്ദ്രനാണ് എൻ്റെ റബ്ബ്, ചന്ദ്രൻ പോയപ്പോ അങ്ങനെ പോകുന്നവൻ എൻ്റെ റബ്ബല്ല. സൂര്യൻ വന്നു, ഇതാണ് വലുത്, ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. സൂര്യൻ പോയപ്പോ എൻ്റെ റബ്ബ് അങ്ങനെ പോകുന്നവനല്ല, മറിച്ച് ഇവരൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് അവരെ ബോധിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ ഇബാദത്തുകളെ, ഈ നക്ഷത്രഗോളങ്ങളെ ആരാധിക്കുന്നവരാണ്. അപ്പൊ ഇതാണ് രണ്ട് ഷിർക്കിന്റെ രണ്ട് അടിസ്ഥാനം. ഒന്നാമത്തെ നമ്മൾ ഈ കാലഘട്ടത്തിൽ മെയിനായിട്ട് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും